ഹായ് ഗൈസ്, ഇന്ന് വേൾഡ് ടൂറിസം ഡേയുടെ ഭാഗമായിട്ട് നമ്മൾ വേളിയിൽ നമ്മുടെ ടൂറിസം മിനിസ്റ്ററിൻ്റെ ഒരു പരിപാടിക്ക് വേണ്ടി കോളേജിൽ നിന്ന് പോവുകയാണ്. ഓക്കെ, ടൂറിസത്തിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാപനമായ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടൂറിസം ആൻഡ് ട്രാവൽ സ്റ്റഡീസ് എന്നുള്ള കുട്ടികളെ റെപ്രസെൻ്റ് ചെയ്ത് പോകാൻ വേണ്ടി ഉള്ള ബസ്സാണ്. 2:30 സമയം ഏകദേശം. നമ്മൾ വേളിയിലോട്ട് തിരിക്കുകയാണ്. ഗൈസ്, ഇതാണ് ബസ്സിന്റെ ഉള്ളിലെ വിശേഷം. അറ്റൻഡൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. കോർഡിനേറ്റർ നമ്മുടെ സ്വന്തം അതിൽ സജി. ഗൈസ്, നമ്മൾ വേളി എത്തി. തിരുവനന്തപുരം ജില്ലയിലെ പ്രമുഖ ടൂറിസം സ്പോട്ടായ വേളിയിലാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് വേളി. ടീച്ചേഴ്സ് ഇവിടെ ഉണ്ട്. സിവി ടീച്ചർ ഒരു ഹായ് പറയൂ. എല്ലാവരും ഒരു ഹായ്. ടീച്ചർ ടീച്ചറുണ്ട് എല്ലാവരും. ഗൈസ്, അപ്പോൾ വന്ന പരിപാടി ഇതാണ്. വേൾഡ് ടൂറിസം ഡേ ആണ് ഇന്ന്. നമ്മുടെ കോളേജിൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. കേരള ടൂറിസം ക്ലബ്ബ് നടത്തുന്ന പരിപാടിയാണ് ഡെസ്റ്റിനേഷൻ അഡോപ്ഷൻ പ്രോജക്റ്റ്. വേളിയാണ് ഇന്നത്തെ ദിവസത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ ഇതിൻ്റെ അഡോപ്ഷൻ പ്രോജക്റ്റാണ് കോഴിക്കോട് എന്ന് പറയുന്നത്. ഇപ്പോൾ കോഴിക്കോട് ബീച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ബീച്ചാണ് കോഴിക്കോട്. പിന്നെ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഹാർബർ ആയിട്ടുള്ളത്, ആ ഹാർബർ സിറ്റുവേറ്റ് ചെയ്യുന്നത് കോഴിക്കോടിലെ കൊയിലാണ്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ഈ ഒരു ബീച്ച് ഏരിയ ഒക്കെ അടിപൊളിയാണ്, പ്രത്യേകിച്ച് ഫുഡിന്റെ കാര്യത്തിൽ. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ കോഴിക്കോടിന്റെ അത്ര നല്ലൊരു സ്പേസ് കേരളത്തിൽ വേറെ അല്ല എന്ന് ഞാൻ വളരെ അഭിമാനത്തോടെ തന്നെ പറയും. പിന്നെ എനിക്ക് പറയാനുള്ളത് കോഴിക്കോടിനെ കുറിച്ച് നമുക്ക് തുഷാരഗിരി, അതുപോലെ തന്നെ കരിയാത്തുംപാറ പോലുള്ള ഒരുപാട് നാച്ചുറൽ സ്പോട്ട് ഉണ്ട്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഇപ്പോൾ വളരെ സജീവമായി അതിന്റെ പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വേളി സന്ദർശിക്കാൻ വന്ന സന്ദർശകരും അവരുടെ കുട്ടികളെല്ലാം പരിപാടിയിൽ പങ്കെടുക്കുകയും പരിപാടി വിജയത്തിലാക്കാൻ വലിയൊരു പങ്ക് നിർവഹിക്കുകയും ചെയ്തു. കൂടാതെ നമ്മുടെ സ്വന്തം കിഡ്സിൻ്റെ പ്രിൻസിപ്പലും ഡയറക്ടറും കൂടി സാന്നിധ്യം അറിയിച്ചുകൊണ്ട് പരിപാടി വളരെയധികം ഉഷാറാക്കി. പരിപാടിയുടെ അവസാനം ഹൈലൈറ്റ് ആയത് നമ്മുടെ തന്നെ കിഡ്സിലെ സ്വന്തം പ്രൊഫസറായ ബാബു സാറ് എടുത്തൊരു ഫോട്ടോ മന്ത്രിക്ക് കൈമാറിക്കൊണ്ടാണ്. പ്രിൻസിപ്പലും ഡയറക്ടറും കൂടി ചേർന്ന് കൈമാറി. ശേഷം സംഘാടകർ ഒരുക്കിയ ചായയും കടിയും കഴിച്ചുകൊണ്ട് മന്ത്രി മടങ്ങി. തുടർന്ന് കിഡ്സിലെ ഡയറക്ടറും പ്രിൻസിപ്പളും കൂടി സ്റ്റുഡൻസിൻ്റെ അടുത്തുനിന്ന് ടൂറിസം ഡെസ്റ്റിനേഷനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിഞ്ഞുകൊണ്ട് പരിപാടി അവസാനിപ്പിച്ചു. അടുത്ത വീഡിയോയുമായി ഉടൻ വരും. നന്ദി, നമസ്കാരം.